ഇന്ന് നമ്മൾ എന്തുവാണ്? ഇന്ന് നമ്മൾ കഥ പറയുവാണ് അല്ലേ? പണ്ടൊക്കെ ആണെങ്കിൽ അമ്മയ്ക്കൊക്കെ അമ്മൂമ്മമാരൊക്കെ കഥ പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ കഥ പറയാൻ ആരെങ്കിലും ഉണ്ടോ നമുക്ക്? ആരുണ്ട്? ദുംബു. അല്ല, ദുംബുവിനും കഥ പറയാൻ ആരുണ്ട്? അമ്മ. അമ്മൂമ്മമാരൊക്കെ ടിവിയുടെ മുമ്പിലല്ലേ? അമ്മ എന്നും മോന് എന്തോ പറഞ്ഞു തരും? കഥ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥയാണ് ഒരു എലിയും സിംഹത്തിന്റെയും കഥയാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഒരിടത്ത് ഒരു എലി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ദിവസം എലി ഇങ്ങനെ ആഹാരം തേടി നടക്കുമ്പം ഒരു സിംഹം കിടന്ന് ഉറങ്ങുന്ന സ്ഥലത്തെത്തും, ഗുഹയിലെത്തും. അപ്പോഴേ ആ എലി ചെന്ന് സിംഹത്തിൻ്റെ മണ്ടയിൽ കൂടെ വീഴും. അപ്പോൾ എലിക്ക് അറിഞ്ഞുകൂടെ അവിടെ സിംഹം കിടന്ന് ഉറങ്ങുവാന്ന്. എലി ഒരു സാധനവും കടിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ ഓടുന്ന സമയത്ത് കാല് വഴുതി ഉറങ്ങിക്കിടന്ന സിംഹത്തിൻ്റെ പുറത്തോട്ട് വീഴും. അപ്പോൾ സിംഹത്തിന് എന്തുണ്ടാവും? ദേഷ്യം വരത്തില്ലേ? നമ്മൾ ഉറങ്ങി കിടക്കുന്നവരെ ശല്യപ്പെടുത്തി അവർക്ക് ദേഷ്യം വരത്തില്ലേ? അപ്പം സിംഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു. സിംഹം എലിയുടെ കഴുത്തിനിങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു, എന്തിനാടാ തെണ്ടിയെ എന്നെ ഉറങ്ങാൻ സമ്മതിക്കാതെ എന്നെ വന്ന് ശല്യപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു. അപ്പം പാവ എലി, ഇത്ര എലി ഉള്ളൂ, സിംഹം മുട്ടനല്ലേ. അപ്പം എലി പറഞ്ഞു, അയ്യോ എന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ അറിയാതെ വന്ന് വീണതാന്ന് പറയും. എന്നെ ഇപ്പം ഒന്ന് വിട്ടയക്കണം, എന്നെ ഒന്നും ചെയ്യല്ല, ഞാൻ എപ്പോഴെങ്കിലും അങ്ങേക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം സിംഹം ചോദിച്ചു, നല്ല കാര്യമായിപ്പോയി, കാട്ടിലെ രാജാവായ എനിക്ക് നീ ഇത്ര പോലുള്ള നീ എനിക്ക് സഹായം ചെയ്യാനോ ഒരിക്കലും നടക്കത്തില്ല. അപ്പം പറഞ്ഞു, എന്തായാലും എന്നെ വെറുതെ വിടണേ, ഞാൻ ഇനി ഒന്നും ചെയ്യത്തില്ല, എന്നെ അറിയാണ്ട് സംഭവിച്ചല്ലേ എന്ന് പറയും. അപ്പോൾ സിംഹത്തിന് പാവം തോന്നും. സിംഹം പറഞ്ഞു, ശരി, ഇനി മേലെ നിന്നെ ഈ പരിസരത്ത് ഉണ്ടെങ്കിൽ ഓടിക്കോടാന്ന് പറഞ്ഞു കേട്ടോ. പാവ എലി എങ്ങനെ ഓടി അങ്ങ് പോയി കേട്ടോ. കുറേ നാൾ കഴിഞ്ഞപ്പം എലി എവിടുന്നോ ഒരു സൗണ്ട് കേട്ടു. എലി ഇങ്ങനെ ചെവി വട്ടം പിടിച്ചു. എങ്ങനെയാ ചെവി വട്ടം പിടിക്കുന്നേ? ചെവി വട്ടം പിടിച്ചപ്പോൾ ഒരു സിംഹത്തിൻ്റെ അലർച്ചയാണ് കേട്ടത്. അപ്പോൾ എലി ഓടി, അയ്യോ സിംഹം. അപ്പോൾ ഈ സിംഹത്തിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ എലിക്ക് എവിടെയോ കേട്ട പോലെ തോന്നി കേട്ടോ. ആരായിരുന്നു? പണ്ടത്തെ നമ്മൾ എലി വന്ന് വീണ് ഉറക്കം നഷ്ടപ്പെടുത്തിയ ഒരു സിംഹം ഇല്ലായിരുന്നോ? ആ സിംഹമായിരുന്നു. എലി ഓടി ചെന്നപ്പോൾ ഉണ്ടല്ലോ, ഒരു വേടനാണെങ്കിൽ ഈ മൃഗങ്ങളെ പിടിക്കാൻ ഒരു വലയിട്ട് വെച്ചായിരുന്നു. അപ്പോൾ സിംഹം വലിയ ഗമയിൽ ഇങ്ങനെ നടന്നു വരുമായിരുന്നു. സിംഹം കണ്ടില്ല ഈ വല. സിംഹം എന്ത് ചെയ്തു? ആ വലയ്ക്കകത്ത് പെട്ടുപോയി. പിന്നെ സിംഹത്തിന് രക്ഷപ്പെടാൻ പറ്റുമോ? ഡുംബു വന്ന് നിൽക്കുമ്പോൾ ഡുംബുവിൻ്റെ മണ്ടയിൽ കൂടെ ഒരു വല കൊണ്ടുവന്നിട്ട് ഡുംബുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റുമോ? ഇല്ല. പിന്നെ അല്ലെങ്കിലേ കത്തിയെ നേർത്താലില്ലേ, കത്തിയെ അവിടെ മെയ്യൊന്ന് വെച്ച് അടയുമ്പോഴേ കത്തി എടുത്താലില്ലേ വല പൊട്ടിച്ചാണ്. അതിന് കത്രിക കൊണ്ടാണ് ഇയാൾ എപ്പോഴും നടക്കുന്നേ? അല്ല, സിംഹത്തിന്റെ ഈ കത്രിക ഉണ്ടോ? ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ലല്ലോ. അല്ല, കാട്ടിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും കത്രികയും കൊണ്ട് നടക്കുവോടെ? ഇല്ല. പിന്നെ കൊല്ലാനും എന്തോ ആയാലും സിംഹം വലയ്ക്കകത്താക്കി പെട്ടുപോയോ? അയാളെ ഒരാളും കൂട്ടിക്കൊണ്ടുവന്ന് വെടി വെച്ചിട്ട് സിംഹത്തിന് ഞാൻ വല വെച്ച് കണ്ടിച്ചിട്ടോളാം. പിന്നെ അപ്പോഴ് എലി ഓടിച്ചെന്ന് നോക്കുമ്പോൾ പാവ സിംഹം എന്ത് ചെയ്യുന്നു? വലയ്ക്കകത്ത് കിടക്കുന്നു. അപ്പം അതൊരു വേട്ടക്കാരൻ വെച്ച വലയാ. സിംഹത്തിനെ പിടിച്ചോണ്ട് പോകത്തില്ലേ വേട്ടക്കാരൻ? അപ്പൊ എലി പെട്ടെന്ന് തന്നെ എന്തോ ചെയ്തെന്നറിയാമോ? ആ വലയെല്ലാം കടിച്ചു മുറിച്ച് കളഞ്ഞു. അപ്പൊ സിംഹം എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. അപ്പൊ സിംഹത്തിന് മനസ്സിലായി, പണ്ട് ഞാൻ കളിയാക്കിയ കുഞ്ഞൻ എലിയാണ് ഇപ്പം എനിക്ക് സഹായമായിട്ട് വന്നത്. അപ്പം രൂപത്തിൽ വല്ല കാര്യമുണ്ടോ? വലിപ്പത്തിൽ വല്ല കാര്യമുണ്ടോ? ബുദ്ധിയിൽ വല്ല കാര്യമുണ്ടോ? ആരെയും നമ്മൾ എന്തായിട്ട് കാണരുത്? നിസ്സാരരായി കാണരുത്. ആരെയും എന്തായി കാണരുത്? ഇതാണ് ഇന്നത്തെ നമ്മുടെ ഗുണപാഠം. നാളെ അടുത്ത കഥയായിട്ട് വരാം. ടാറ്റാ.